കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെല്ലാം കൂടി കടകംപള്ളി സുരേന്ദ്രൻ്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു മൈക്കുമായിട്ട് ചെന്നല്ലോ, പതിവുണ്ടല്ലോ. അവിടെ വെച്ച് അവിടെ കാര്യങ്ങളുടെ നിയന്ത്രണം കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അത് മന്ത്രി എന്നുള്ള നിലയിൽ എന്നോട് ചില കാര്യങ്ങൾ അവർ ചോദിച്ചു എന്ന് പറഞ്ഞാൽ കേട്ടാൽ തോന്നുക അദ്ദേഹത്തിൻ്റെ ഉപദേശം ചോദിച്ചു. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകണം? കോടതിയല്ലേ ഉപദേശം കൊടുക്കേണ്ടത്? അതൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഞാൻ കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അദ്ദേഹത്തിന് ഈ കേസിൽ മാത്രമല്ലേ, ഈ പിണറായി വിജയന്റെ മുമ്പിൽ ഈ നട്ടല് നിവർത്തിക്കുന്ന ഒരു ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരു മാധ്യമപ്രവർത്തകനെ നിങ്ങൾ എപ്പോഴെങ്കിലും പത്രസമ്മേളനങ്ങളിൽ കണ്ടു? ഓച്ചാനിച്ചാണ് സാർ CM. അത് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടാവോ, ഇഷ്ടപ്പെടൂലേ? അദ്ദേഹത്തിന്റെ ചിരി കണ്ടാ നിർത്തും. ചിരി എന്ന് പറഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന അടിയാന്നറിയാം. ആ മാതിരി ഭീരുക്കളുടെ രോഗമായി നമ്മുടെ മാധ്യമ ലോകം മാറിയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കേസിൽ ആലോചിച്ച് നോക്കൂ, രണ്ട് തരത്തിലാണ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഒരു കേസിൽ പൊതുപ്രവർത്തകർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അത് അഴിമതി കേസാവട്ടെ, ഈ അധാർമികമായ കേസുകളാവട്ടെ, അവിഹിത ബന്ധമാവട്ടെ, എന്ത് കേസായാലും പൊതുപ്രവർത്തകർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ രണ്ട് വഴിയേ ഉള്ളൂ. ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ് SIT. മാത്രമല്ല ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം ഉണ്ട് എന്നുള്ളത് കണക്ക് കൂട്ടിയാൽ ആ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ആരൊക്കെ വരുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? PS പ്രശാന്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? കാരണം ഒരാൾ ദേവസ്വം ബോർഡ് ചെയർമാനാണ്, ഒരാൾ ദേവസ്വം മന്ത്രിയാണ്. ഈ രണ്ടുപേരും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നെങ്കിലും സമയത്തിന് കണ്ടെത്താൻ അവർക്ക് പറ്റിയില്ല. ഇനിയൊരു വഴിയുണ്ട്. മറ്റൊരു വഴി എന്താ? ധാർമ്മികതയും ആർജവവും ഉള്ള ഭരണകൂടം ഉണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് നേരത്തെ അറിയും. അതിൽ ഉദാഹരണമാണ് സാറ് പറഞ്ഞ ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറുടെ ഓഫീസാണ് ഉമ്മൻചാണ്ടിയുടെ പബ്ലിക് പ്രസ് സെക്രട്ടറിമാരാണ് വിളിച്ചിട്ട് എല്ലാ മാധ്യമങ്ങളെ അറിയിച്ചത്. നാളെ രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ചെന്നിരിക്കും. അവർക്ക് ആവശ്യമായ അത്രയും സമയം, നാളത്തെ എല്ലാ ഷെഡ്യൂളും മാറ്റി വെച്ച് മുഖ്യമന്ത്രി പോയിരിക്കും. 14 മണിക്കൂർ ഇരുന്ന് കൊടുത്തില്ലേ? അത് ജനങ്ങളോട് പറയാൻ ആർജവം വേണം. അത് ആർജവമുള്ള ഒരു ഗവൺമെന്റ് ഇല്ല. ഉള്ള ഗവൺമെന്റ് ഇല്ലാത്ത കാലത്ത് തീർച്ചയായിട്ടും അത് കണ്ടെത്തി പറയേണ്ടത് ആരുടെ ബാധ്യത? അദ്ദേഹത്തിന് മറയ്ക്കാനൊന്നുമില്ല. മറയ്ക്കാനുണ്ടെന്ന് തന്നെ അല്ലേ അതിന്റെ അർത്ഥം. അതാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റിന്റെ അധാർമികത നമ്മൾ കാണേണ്ടത് ഒന്ന് മാധ്യമങ്ങളുടെ പരാജയം കണ്ടുകൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.